നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഹൃദ്യമായ ഈദ് ദിനാശംസകൾ. ഒപ്പം ഗസയിൽ ഈ ഈദ് ദിവസത്തിലും പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളോട് ഐക്യദാർഢ്യപ്പെടുന്നു, അവരെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നു. ഒപ്പം അവരുടെ പോരാട്ട വീര്യത്തെ ആത്മാഭിമാനത്തിൽ ഊന്നി ലോകത്തെ ഏറ്റവും വലിയ സയനിസ്റ്റ് രാജ്യത്തോട് പിറന്ന നാട്ടിൻ്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുന്ന ആ ജനതയോട് ഐക്യദാർഢ്യപ്പെടുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ലോക വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് വേദന പകർന്നത് തന്നെയാണ്. ഈദ് ദിനത്തിലും ഫലസ്തീനിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി 12 കുട്ടികൾ മരിച്ചു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഒരു സയനിസ്റ്റ് ജൂതരാഷ്ട്രം ഇസ്രായേൽ ഫലസ്തീനിലെ കുട്ടികളെ ലക്ഷ്യമാക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നേരത്തെയൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് പോലെ തന്നെ ഫലസ്തീനിലെ കുട്ടികൾ വളർന്നു വന്ന് ആ രാജ്യത്തിൻ്റെ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര പൈതൃകം ഏറ്റെടുക്കരുത് എന്ന് ലക്ഷ്യമുള്ളതുപോലെ കുട്ടികളെ തിരഞ്ഞു പിടിച്ചാക്രമിക്കുകയാണ് സയനിസ്റ്റ് രാജ്യം. മറ്റൊന്ന്, ദുഃഖകരമായ മറ്റൊരു വാർത്ത, യുഎന്നിലെ രക്ഷാസമിതിയിൽ അടിയന്തരമായി ഗസയിൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം ഒരിക്കൽ കൂടി അമേരിക്ക വീറ്റോ ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. 15 അംഗരാജ്യങ്ങളിൽ അമേരിക്ക മാത്രമാണ് ആ പ്രമേയത്തെ എതിർക്കുന്നത്. അടിയന്തരമായി ഗസയിൽ സഹായം എത്തിക്കണമെന്ന് കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ആ പ്രമേയത്തെ അമേരിക്ക ഒരിക്കൽ കൂടി വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നു എന്ന ദുഃഖകരമായ കാര്യം കൂടി അവസരത്തിൽ വാർത്താമാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. ഏകദേശം ലോകക്രമം പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ അളിയനും മാത്രമായി, അതായത് ഇസ്രായേലും അമേരിക്കയും മാത്രമായി സൗഹൃദം ഒതുങ്ങുകയാണ്. ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. നേരത്തെ ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഗസയ്ക്കും ഫലസ്തീൻ രണ്ടും ഒന്നാണല്ലോ, ഫലസ്തീന് സ്വതന്ത്രം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ്. യുഎന്നിൽ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന പ്രമേയത്തെ ഫ്രാൻസും ബ്രിട്ടനും അനുകൂലിക്കും എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. പക്ഷേ അമേരിക്ക ഇപ്പോഴും ശക്തമായി ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്ന വിഷമകരമായ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സ്പെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ ക്രിയാത്മകമായ നിലപാടുകൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. $255 മില്യൺ സൈനിക കരാർ ഇസ്രായേലുമായി സ്പെയിൻ നിർത്തലാക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. സ്പെയിനിൻ്റെ പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തിറക്കി കഴിഞ്ഞു. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേലുമായുള്ള എല്ലാ ആയുധ കരാർ ഉടമ്പടികളും സ്പെയിൻ നിർത്തലാക്കുന്നു എന്ന വാർത്ത അത് വലിയ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒപ്പം ഇറാൻ അവരുടെ ആണവായുധ കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. റഷ്യയുടെ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം S-300 ഇറാന്റെ പ്രധാനപ്പെട്ട എല്ലാ ആണവ നിലയങ്ങൾക്കും മുന്നിൽ പുനഃസ്ഥാപിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നേരത്തെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നുപോയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഒപ്പം ലോങ് റേഞ്ച്, മിഡിൽ റേഞ്ച് മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാൻ പുനഃസ്ഥാപിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇറാൻ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റേത്, അത് ഏതു നിമിഷവും ഉണ്ടാകാം എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു തിരക്കിലാണ് ഇറാൻ. ഒപ്പം ഇസ്രായേലും മുൻകരുതലെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും കൂടുതൽ ബങ്കറുകൾ ഇസ്രായേൽ തയ്യാറാക്കുന്നു. ഒപ്പം തന്നെ മുൻകരുതലായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ശേഖരിക്കുന്നു. ഒപ്പം രാജ്യത്തെ ആംബുലൻസുകളോടൊക്കെ തയ്യാറായിരിക്കുവാൻ, ഒരു പ്രത്യേക പ്രശ്നം വന്നാൽ രാജ്യത്തെ ആംബുലൻസുകൾ ഒരു നീണ്ട കാലത്തേക്ക് സർക്കാരിന് വിട്ടുകൊടുക്കാൻ തക്കവണ്ണം പ്രമേയങ്ങൾ പാസ്സാക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നൽകുന്നു എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, അന്തർദേശീയ വാർത്തകളിൽ പ്രധാനപ്പെട്ടത്
ഇലോൺ മസ്കും ട്രംപും ഉടക്കിപ്പിരിഞ്ഞു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ചയാണ്. സോഷ്യൽ മീഡിയയിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന ഒരു കമന്റിനു പിറകെ യെസ് എന്ന് ഇലോൺ മസ്ക് കമന്റ് ചെയ്തതായി വാർത്തകൾ വരുന്നു. അതായത് ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള സൗഹൃദം അത് ഉടക്കിപ്പിരിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് വലിയ ചർച്ചകൾ നടക്കുന്നത്. മാത്രമല്ല, ഇലോൺ മസ്ക് അമേരിക്കയിലെ മധ്യവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലേക്ക് പോകുന്നു എന്ന വാർത്തയുമുണ്ട്. എന്തായാലും ഇലോൺ മസ്കിന്റെ പുതിയ പ്രസ്താവന വരികയാണ്. ഈ വർഷം അവസാനത്തോടുകൂടി അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ഡൊണാൾഡ് ട്രംപിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണ് ഇതിന് കാരണമെന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. ഈ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന്, ഇലക്ഷൻ വിജയത്തിന് തന്നെ കാരണം ഈ ഇലോൺ മസ്കിന്റെ പൈസയായിരുന്നു. അദ്ദേഹം കോടിക്കണക്കിന് ഡോളറാണ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ചിലവാക്കിയത്. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ഉടക്കി പിരിയുന്നു എന്ന വാർത്തയാണ് അന്തർദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും മാത്രമായി ഒതുങ്ങുന്നു, അവരുടെ സൗഹൃദം മാത്രമായി ഒതുങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. UN പ്രമേയത്തിൽ ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും തീരുമാനത്തിനെതിരെ അമേരിക്കയുടെ പ്രതികരണം വരുന്നു എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ചർച്ചയാണ്. അതായത് ഫ്രാൻസും ബ്രിട്ടനും UN സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിക്കും, പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും, അതിനെ അമേരിക്ക എതിർക്കുന്നു എന്ന വാർത്തയും വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും ലോകക്രമം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ സ്പെയിനും ഒക്കെ ഫലസ്തീൻ അനുകൂല പ്രസ്താവനകളുമായി മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ ഇവർ രണ്ടുപേരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അമേരിക്ക എപ്പോഴാണ് പ്ലേറ്റ് മാറ്റുന്നതെന്നും ഇസ്രായേൽ എപ്പോഴാണ് മറുകണ്ഠം ചാടി അമേരിക്കക്കെതിരാകുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റാത്ത സൗഹൃദമാണ് ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായിരുന്നു ബ്രിട്ടൻ. ഈ ഇസ്രായേൽ ഉണ്ടാകുന്നതിന് വരെ കാരണം ബ്രിട്ടനാണ്. ഇസ്രായേൽ ഉണ്ടാകുമ്പോൾ ഇസ്രായേലിന് വേണ്ടി ഏറ്റവും വലിയ ധനസഹായം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചാരയന്ത്രം വെച്ച രാജ്യമാണ് ഇസ്രായേൽ. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, UK ഒരു മുൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തി, ബെഞ്ചമിൻ നെതന്യാഹു. അതിനിടയ്ക്ക് അദ്ദേഹം അവിടെ ഒരു ടോയ്ലറ്റിൽ പോകുന്നതിനിടയിൽ ഒരു ചാരയന്ത്രം ഘടിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം UK അവരുടെ പ്രധാനമന്ത്രിയുടെയും ഡിപ്ലോമാറ്റുകളുടെയും ഒക്കെ വസതികൾ അവിടുത്തെ ഏജൻസികൾ, അതായത് അവരുടെ ഇന്റലിജൻസ് ഏജൻസികൾ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. കാരണം ഏതെങ്കിലും ശത്രു രാജ്യം അവരുടെ പ്രധാനമന്ത്രിയുടെയോ ഡിപ്ലോമാറ്റുകളുടെയൊക്കെ വീട്ടിൽ ചാരയന്ത്രമോ വല്ലോ വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു വെച്ച ഒരു ചാരയന്ത്രം കണ്ടുപിടിച്ചു എന്ന് ഒരു പ്രമുഖനായ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സൗഹൃദ രാജ്യങ്ങളിൽ വരെ ഈ ചാരപ്രവർത്തനം നടത്തുന്ന അമേരിക്കയും ഇസ്രായേലും തമ്മിലാണ് ഇപ്പോൾ സൗഹൃദം. ബാക്കിയുള്ളവരുമായിട്ടൊക്കെ അമേരിക്കയും ഇസ്രായേലും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും ഗസയിൽ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ, ഫലസ്തീനിലും ഇസ്രായേലും ഒക്കെ സമാധാനം ഉണ്ടാകട്ടെ. ഇരു രാജ്യത്തെയും ജനങ്ങൾ വളരെ സമാധാനപൂർണ്ണമായ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.